കണ്ണടകൾ ഉപയോഗിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ. എൻ്റെ പേര് ഷെറിൻ ആൻ്റണി. വെൽക്കം ടു പാരഡൈസ് ഒപ്റ്റിക്സ്. ചില സന്ദർഭങ്ങളിൽ കണ്ണടകൾ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗം കൂടിയാണ്. ചിലർ കണ്ണടകൾ വെക്കുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈല് വരാറ്. അവിടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഫാമിലി ആയിട്ടാണ് വന്നത്. അപ്പം ഭാര്യയ്ക്കും ഭർത്താവിനും കണ്ണട എടുക്കണം. അപ്പോൾ ഭാര്യ കണ്ണട സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കൂടുതൽ അറിയുന്ന ഒരു ഫ്രണ്ട്സാണ്. അപ്പം നമ്മളും അതിൽ ചില ഡയലോഗുകൾ അടിക്കും. അപ്പം അത് പറഞ്ഞ പോലെ ഞാനൊരു ഡയലോഗ് അടിച്ചു. 2-3 കൊല്ലമായിട്ട് ഈ കാണുന്ന മുഖം തന്നെയല്ല കാണുന്നത്, ആ മുഖത്തിനൊരു പ്രത്യേകത വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ഒടുക്കത്തെ ചിരി. അപ്പം നമ്മൾ ചില കണ്ണടകൾ നമ്മളങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി അത് ആണുങ്ങളിലായാലും പെണ്ണുങ്ങളായാലും കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ഉദാഹരണങ്ങൾ നമ്മുടെ വരുന്ന കസ്റ്റമറിനെ പറ്റി പറയുന്നത് കുറച്ചും കൂടി നിങ്ങൾക്ക് ആധികാരികമായി അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമ്മൾ ഒരു കസ്റ്റമറിനെ നമ്മൾ പേരെടുത്ത് പറയാത്തത് അതുകൊണ്ടാണ്. ചിലവർക്കൊക്കെ കമ്പനിയുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കണ്ണട വെച്ച് പോകുമ്പോൾ അവർക്ക് തന്നെ എന്തോ ഉള്ളിലൊരു ആത്മവിശ്വാസം, പ്രത്യേകിച്ച് നല്ലൊരു കോൺഫിഡൻസ്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചോയ്സ് ചെയ്യുമ്പോൾ നമ്മുടെ സൈസ് നോക്കിയിട്ട് വേണം നമ്മൾ വയ്ക്കുക. അല്ലെങ്കിൽ എന്തുണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കും, ചിലത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. നമ്മൾ ഫ്രെയിം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണോ? ഫ്രെയിം വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇത് ലൂസ് ആകരുത്. ഇങ്ങനെ തലോണ്ടൊന്ന് കുലുക്കി നോക്കുക, അല്ലെങ്കിൽ ഇത് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതിന് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഇവിടെ ഒരു കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ ചെവിയുടെ അവിടെ നിന്ന് ബെൻഡ് കറക്റ്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ടൈറ്റ് കൂടാനും പാടില്ല. ടൈറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പെയിൻ വരാനും ഇവിടെ മാർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാക്കും, നമുക്ക് ഭയങ്കര പെയിൻ ഒക്കെ വരും. അപ്പം നമ്മൾ കറക്റ്റ് ആയിരിക്കണം നമ്മുടെ ഫ്രെയിം സെലക്ഷൻ. ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് പ്രോപ്പർ ആയിരിക്കണം. ടൈറ്റ് കൂടാനും പാടില്ല, എന്നാൽ ലൂസ് കൂടുതലാവാനും പാടില്ല. ഇത് ചെറിയൊരു ഫ്രെയിമാണ്. ഇത് എൻ്റെ മുഖത്തിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ആകെ ഇവിടെ ഭയങ്കരമായിട്ട് വിടുത്ത് പോലെ നിൽക്കുന്നത്. അത് വളരെ അപകടമാണ്. ഈ ഫ്രെയിം നമ്മൾ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഇവിടെ ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് പെയിൻ വരും, നമുക്ക് ഭയങ്കര ക്ഷീണം വരും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. പല ടൈപ്പ് ഫ്രെയിമുകളുണ്ട്. അത് ഓരോന്ന് കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഫുൾ ഫ്രെയിമാണ്. ഇത് ഫുൾ പ്ലാസ്റ്റിക് ആണ് ഫ്രെയിം. പിന്നെ മെറ്റൽ ഫ്രെയിം, ഇത് ഫുൾ മെറ്റൽ ഫ്രെയിമാണ്. ഹാഫ് മെറ്റൽ, സുപ്ര എന്ന് കൂടിയും പറയും. ഹാഫ് മെറ്റലാണ് ഇത് വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ നോസ് പാഡ് 6 മന്ത് കൂടുമ്പോൾ നമ്മൾ മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് വന്നിട്ട് ഹാർഡായിട്ട് ഇവിടെ മാർക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പൊ കൂടുതൽ നല്ലത് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുക ഇതിലേക്ക് പോയതായിരിക്കും. ഇതിലാണെങ്കിൽ നമുക്ക് നോസ് പാഡ് മാറ്റാൻ അങ്ങനെ ഒരു ഇഷ്യൂസ് ഇല്ല. ലൈറ്റും വെയിറ്റ് ആയിരിക്കും കൂടുതൽ. റിംലെസ് എന്ന് പറഞ്ഞ ഫ്രെയിമാണ് ഇത്. ആക്ച്വലി ഇത് മിക്ക ആൾക്കാർക്കും, പ്രത്യേകിച്ചും ലേഡീസിനൊക്കെ പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും. പക്ഷെ ഇത് നമ്മൾ അത്രയ്ക്ക് കെയർ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. എന്താ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീണ് കഴിഞ്ഞാൽ നേരെ ഈ ലെൻസിലേക്കാണ് ഇത് മുട്ടണത്. അപ്പൊ പെട്ടെന്ന് ക്രാക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റിംലെസ് ഫ്രെയിമില് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ലെൻസ് പോളി കാർബണേറ്റ് എന്ന് പറഞ്ഞ ലെൻസാണ്. അത് നിലത്ത് വീണ് കഴിഞ്ഞാൽ ഒരു തരത്തിലും പൊട്ടില്ല. അപ്പൊ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതായിരിക്കും കൂടുതൽ റിംലെസ് യൂസ് ചെയ്യുന്നവർ ചോയ്സ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് കെയർ ആയിട്ട് യൂസ് ചെയ്യണം. കുട്ടികൾക്കുള്ള ഫ്രെയിംസ് ആണ്. അത് വന്നിട്ട് നമുക്ക് ഈ ടൈപ്പാണ്. അത് കറക്റ്റ് അവരുടെ മുഖത്തിലേക്ക് ഇങ്ങനെ ടേൺ ആയിട്ടിരിക്കും. അപ്പോൾ വീഴാനുള്ള ചാൻസ് ഇല്ല. ഇത് കുട്ടികൾക്ക് വേറെ ടൈപ്പ് ഫ്രെയിംസ് ആണ്. ഇത് വന്നിട്ട് ഇതിൻ്റെ കൂടെ ഹാങ്ങിങ് ത്രെഡ് ഉണ്ടാവും, അത് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഉള്ളത്. പിന്നെ ഇത് വന്നിട്ട് സാധാ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പോലത്തെ ഫ്രെയിംസ് തന്നെയാണ്. പിന്നെ വന്നിട്ട് ഈ നമ്മൾ ഹാഫ് മെറ്റലായാലും ഫുൾ മെറ്റലായാലും ഏത് ഫ്രെയിമിലായാലും ഇങ്ങനൊരു ക്ലിപ്പ് ഓൺ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് കൂളിംഗ് ഗ്ലാസ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചിലവരുടെ ലെൻസിൽ ഈ പറഞ്ഞ പോലെ
കൂളിംഗ്, അതായത് ഡേ നൈറ്റ് അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അവർക്കല്ല, അല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല വെയിലത്ത് ഈ ക്ലിപ്പ് ഓൺ പോലത്തുള്ള ഇത് നമുക്ക് ഇതിൽ പിടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കൂളിങ്ങും ഡേ നൈറ്റ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാം. യങ് ജനറേഷൻ യൂസ് ചെയ്യണ ഒരു ടൈപ്പാണ് ഇത്, എക്സഗൺ ടൈപ്പാണ്. ഇത് എൻ്റെ ഫേസിലേക്ക് ശരിയാവില്ല. ഇത് ഇപ്പോഴത്തെ മെറ്റൽ, ഫുൾ മെറ്റൽ എക്സഗൺ, അതുപോലെ തന്നെ റൗണ്ട് മെറ്റൽ ടൈപ്പും ഇപ്പോഴത്തെ യങ് ജനറേഷൻ യൂസ് ചെയ്യുന്ന ഫ്രെയിമുകളാണ്. നമ്മുടെ ഏവിയേറ്റർ, നമ്മുടെ ഫ്രെയിം ഫുൾ മെറ്റലിന് ഏവിയേറ്റർ ടൈപ്പാണ്. ലേഡീസിന് കാറ്റേ ടൈപ്പാണ്, കാറ്റേ ടൈപ്പ് ഫ്രെയിംസ്. റൗണ്ട് ടൈപ്പാണ്. ഇത് ഓരോരുത്തരുടെ മുഖത്തനുസരിച്ച് വെക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇത് ഐഡിയ കിട്ടുള്ളൂ. ഇപ്പം എൻ്റെ വട്ടം മോറായ കാരണം എൻ്റെ സ്റ്റൈല് വേറെ ആയിരിക്കും. നമ്മൾ ഓരോരുത്തരുടെ മുഖത്തിനനുസരിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ. പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ട്രാൻസ്പാരന്റ് ടൈപ്പ്, അത് ഒരുപാട് ഫ്രെയിംസ് ഉണ്ട് ട്രാൻസ്പാരന്റ്. ചിലവർക്ക് കൂടുതൽ താല്പര്യം ട്രാൻസ്പാരന്റ് ഫ്രെയിംസുകളോടായിരിക്കും. പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഫ്രെയിം ആണോ, അത് ടൈറ്റ് പ്രോപ്പർ ആണോ, ലൂസ് ഉണ്ടാവാൻ കൂടുതൽ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ കറക്റ്റ് നമ്മുടെ ഷേപ്പിന് പറ്റിയിട്ടുള്ള ഫ്രെയിം ആണോ എന്ന് നമ്മൾ മോഡൽസ് നമ്മൾ വെച്ച് നോക്കണം. എന്നാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്ക് പറ്റിയ ഫ്രെയിം ഏതാണെന്നുള്ളത്. ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് ഇരിഞ്ഞാലക്കുടയാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ളവരൊക്കെ ഇവിടെ വന്ന് നിങ്ങൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് നമുക്ക് ടെസ്റ്റിംഗ് ഉണ്ട്. അതിന് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത ഒപ്റ്റോമെട്രിസ്റ്റ് ഇവിടെ അവൈലബിൾ ഉണ്ട്. ഞങ്ങൾ ഡ്യൂട്ടി ടൈം വരുന്നത് 9:30 to 7 o'clock. ഏറ്റവും ഫ്രീ ഐ ടെസ്റ്റ് ആയിരിക്കും. മെറ്റൽ ഫ്രെയിംസ് ആണെന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ നോബ്സ് നമ്മൾ ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കുന്നതായിരിക്കും. എവറി 6 months ഇത് മാറണം, അല്ലെങ്കിൽ നമുക്കിവിടെ ചെറിയൊരു മാർക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ. സപ്പോർട്ട് നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഇത് വാട്സപ്പിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യണം. Once again, thank you so much.